ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാൻ നമ്മൾ മുൻപ് ഒരു കേക്ക് വ്ളോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 3 ടയർ കേക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് 3 ടയർ കേക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. റെസിപ്പി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഡെക്കറേഷനും അതുപോലെ തന്നെ ഇത് സ്റ്റാക്ക് ചെയ്യുന്ന രീതിയൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ 3 kg വെയിറ്റ് വരുന്ന 3 ടയർ കേക്കിൻ്റെ ഓർഡറാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ബട്ടർ സ്കോച്ചാണ് ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് കേക്ക് വെറ്റ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്ന കേക്ക് ഏറ്റവും താഴെ വരുന്ന ടയറാണ്. അത് നമ്മൾ 2 kg ബേക്ക് ചെയ്യുന്ന കേക്ക് ടിന്നിൽ ഞാൻ 2 kg ബേക്ക് ചെയ്യുന്നത് 10 ഇഞ്ച് കേക്ക് ടിന്നിലാണ്. 10-11 ഇഞ്ചിലൊക്കെ നമുക്ക് 2 kg ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ ഒരു കേക്ക് ടിന്ന് വെച്ചിട്ടാണ് ഞാൻ താഴെയുള്ള ലെയർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ താഴെയുള്ള ലെയറിൽ അത്യാവശ്യം തന്നെ നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ താഴത്തെ ലെയറിൽ അവസാനത്തെ നമ്മൾ ടോപ്പിൽ വെക്കുന്ന ആ ഒരു കേക്കില്ലേ, അതായത് സെക്കൻഡ് ടയർ വരുന്ന ആ ഒരു ഭാഗം, ആ ഭാഗത്തേക്ക് നമ്മൾ ഓവറായിട്ട് വെള്ളം വെച്ചിട്ട്, അതായത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല, കാരണം കേക്ക് കുഴിഞ്ഞു പോകും. അപ്പോൾ ആദ്യത്തെ ടയറിലെ കേക്കിൽ 4 ലെയേഴ്സാണ് വരുന്നത്. അപ്പോൾ അതിൽ 4ാമത്തെ ലെയറിൽ നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഞാനിപ്പോൾ ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ലാസ്റ്റത്തെ ടയറാണ്, അതായത് 3ാമത്തെ ടയറാണ് ചെയ്തെടുക്കുന്നത്. ഇത് 1/2 kg ബേക്ക് ചെയ്യുന്ന 5 ഇഞ്ച് കേക്ക് ടിന്നിൽ വെച്ചിട്ടാണ് ഇത് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നമ്മൾ സെക്കൻഡ് ടയറും തേർഡ് ടയറും ചെയ്യുന്ന കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കാനേ പാടില്ല. കാരണം നമ്മളിത് ലിഫ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇപ്പോൾ ഓവറായിട്ട് കുതിർന്നു പോയ കേക്കാണെങ്കിൽ നമുക്കിത് ലിഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല, കേക്ക് പൊട്ടി വരും. അപ്പോൾ അതുകൊണ്ട് താഴെയുള്ള സെക്കൻഡ് ടയറും തേർഡ് ടയറും വെക്കുന്ന കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മൾ ഒരിക്കലും വെറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അഥവാ നിങ്ങൾ വെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം നിങ്ങൾ വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഐസിങ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ എല്ലാ കേക്കിൻ്റെയും ക്രം കോട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് മുഴുവനായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ 3 കേക്കും ക്രീം വെച്ചിട്ട് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷനിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ കേക്കിൻ്റെ ഹാഫ് പോർഷൻ ഇതേപോലെ അൺഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒരു വേവി പോലെയൊക്കെ ആക്കിയിട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് റൗണ്ടിലാക്കി ചെയ്തെടുക്കാതെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങ് ചെയ്തെടുക്കുക. ക്രീം ഹാഫ് പോർഷൻ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ടയറും ഇതേ സെയിം ഡിസൈൻ തന്നെ നമുക്കങ്ങ് ചെയ്തെടുക്കാം. ഇനി ഏറ്റവും മുകളിലായിട്ട് വരുന്ന ടയറാണ്. അത് നമ്മൾ 2 എണ്ണം ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. മുകൾ ഭാഗമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്, താഴെ ചെയ്തെടുക്കുന്നില്ല. മുകൾ പോർഷൻ ഇതേപോലെ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം താഴെ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതായത് പകുതി ഭാഗം കവർ ചെയ്തെടുക്കുക, മുകളിൽ നിന്ന് താഴേക്ക് പകുതി ഭാഗം കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ 3 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഓവർനൈറ്റ് നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 3 ടയർ കേക്ക് ആണെങ്കിലും 2 ടയർ കേക്ക് ആണെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് മോർണിംഗ് ഇത് സ്റ്റാക്ക് ചെയ്ത് വെക്കാം. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫോണ്ടൻ വർക്കാണ് ചെയ്യുന്നത്. ആദ്യം പേര് എഴുതാനുള്ള ബ്ലോക്സ് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇത്രയും ഫോണ്ടൻ വർക്കേ നമ്മൾ ഈ ഒരു കേക്കിൽ വരുന്നുള്ളൂ. പിന്നെ ഈ ബോൾ ഷേപ്പിലാക്കിയിട്ടുള്ള ഫോണ്ടൻ്റ് നമ്മൾ ഗോൾഡൻ ഡസ്റ്റിലും ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഫോണ്ടൻ്റ് വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐസിങ് ചെയ്ത് മാറ്റി വെച്ച കേക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഗോൾഡൻ ഡസ്റ്റിൽ ഒരല്പം വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതേപോലെ അങ്ങ് ബോർഡർ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ 3 കേക്കിനും നമ്മൾ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്ന കേക്കിൽ ഇതേപോലെയും നമുക്ക് ചെയ്തെടുക്കാം. ഗോൾഡൻ ഡസ്റ്റിൽ ഒരല്പം വെള്ളം മിക്സ് ചെയ്താൽ മതി. ഓവറായിട്ട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങി വരും. അപ്പോൾ ഇത്തിരി തിക്കായിട്ട് നിങ്ങൾ വെള്ളം മിക്സ് ചെയ്യുക.
അങ്ങനെ ബോർഡേഴ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് സ്റ്റാക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ മെയിനായിട്ട് സ്റ്റാക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടിയത് സ്ക്യൂവറാണ്. നല്ല കട്ടിയുള്ള സ്ക്യൂവർ വേണം. മരത്തിൻ്റെ സ്ക്യൂവർ എടുത്തിട്ടുണ്ട്. അത് താഴെ തന്നെ കുറച്ചധികം തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 എണ്ണമല്ല, അതിനേക്കാളും മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ മുകളിൽ വെയിറ്റ് വരേണ്ടതാണ്. അപ്പോൾ ഈ ഒരു താഴെയുള്ള കേക്ക് കുഴിഞ്ഞു പോകാനായിട്ട് പാടില്ല. അപ്പോൾ അത്യാവശ്യം സപ്പോർട്ടിനായിട്ട് കുറച്ചധികം തന്നെ സ്ക്യൂവർ വെച്ച് കൊടുക്കുക. അത് വെച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെക്കൻഡ് ടയർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ സെക്കൻഡ് ടയർ ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ പാനിലാണ്. അത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബേസ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് നമുക്ക് ബോർഡിൽ നിന്ന് ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി പാലറ്റ് നൈഫ്. എന്നിട്ട് പതിയെ കേക്ക് ബോർഡ് അടക്കം ലിഫ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇത് ചെയ്ത് നമുക്കൊരു പ്രാക്ടീസ് വരും. അപ്പോൾ ഇതേപോലെ പതിയെ കേക്കിൻ്റെ അടുത്തേക്കായി കൊണ്ടുപോയിട്ട് നമ്മളിതാ ഇതേപോലെ അങ്ങ് പതുക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് പൊസിഷനൊന്നും ആവില്ല. അത് നമ്മൾ നോക്കിയിട്ട് പാലറ്റ് നൈഫ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ മാത്രമല്ല, ഇത് വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ക്രീമെല്ലാം പോകാനുള്ള സാധ്യത ഉണ്ട്. അതൊന്നും വറി ആകേണ്ട ആവശ്യമില്ല. അത് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ സ്റ്റാക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ക്രീം ഒന്ന് പൊങ്ങി നിൽക്കുന്നുണ്ട്. അത് നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് സെറ്റായിട്ടിരിക്കുന്ന ക്രീമല്ലേ. അപ്പോൾ ഒരല്പം ചൂടുവെള്ളത്തിൽ പാലറ്റ് നൈഫ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ടയറും ഇതേപോലെ തന്നെ രണ്ടാമത്തെ ടയറിൻ്റെ മുകളിലായിട്ട് അത് കുറച്ചധികം മരത്തിൻ്റെ സ്ക്യൂവർ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മൂന്നാമത്തെ ടയറും ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ 3 കേക്കും ഇവിടെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്പീഡൊന്നും കൂട്ടാതെ നോർമലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ സ്റ്റാക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുള്ളത്. കറക്റ്റായിട്ട് നമുക്ക് എത്ര ടൈം എടുക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അത്രയും സ്ലോ ആയിട്ടല്ലേ ഞാൻ ചെയ്തിട്ടുള്ളത്. അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിതൊക്കെ സ്റ്റാക്ക് ചെയ്യാനുമായിട്ട്. ഇനി നമ്മുടെ 3 ടയറും വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിലായിട്ടൊരു സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്യണം. പക്ഷേ എനിക്കത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഇത്രയും ഹോൾസ് വരാനുള്ള കാരണം ഈ സ്റ്റിക്ക് മുഴുവനായിട്ട് അതങ്ങ് താഴ്ന്നു പോകുന്നില്ല. കാരണം നമ്മുടെ താഴെ വെച്ചിട്ടുള്ള സ്റ്റിക്കിലാണ് തട്ടുന്നത്. ഏറ്റവും ബോട്ടമിലേക്ക് നമ്മുടെ ആ ഒരു സ്ക്യൂവർ എത്തുന്നുണ്ടായില്ല. അവസാനം അതിൻ്റെ താഴ്ഭാഗം വരെ നമുക്ക് സ്ക്യൂവർ കൊണ്ടുപോയി വെക്കാനായിട്ട് പറ്റി. അതുകൊണ്ടാണ് ഇത്രയും ഹോൾസ് വന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മളവിടെ ഷുഗർ ബോൾസ് വെച്ചിട്ട് ആ ഒരു ഭാഗം ഫില്ല് ചെയ്യും. ഇനി നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാം. നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ബോൾ ഷേപ്പിലാക്കിയിട്ട് മാറ്റിയിട്ടുള്ള ആ ഫോണ്ടൻറ്റ് ഗോൾഡൻ ഡസ്റ്റിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. 1 എന്നുള്ള ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടോപ്പറും. പിന്നെ ആ ബോൾസ് ഇതേപോലെ സൈഡിലായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നെയിം എഴുതിയിട്ടുള്ള ബ്ലോക്സ് ഇതേപോലെ ടൂത്ത് പിക്കിൽ ജസ്റ്റ് ഒന്ന് കുത്തിയതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നാലാണ് അത് സേഫായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. കാരണം ഇത് ട്രാവൽ ചെയ്യാനുള്ള കേക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വ്ളോഗ്സ്, ഈ കേക്ക്സിനെല്ലാം വ്ളോഗ്സ് നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്